സ്വതന്ത്രമായി യാത്ര ചെയ്യാൻ പലപ്പോഴും സെലിബ്രിറ്റികൾക്ക് കഴിയാറില്ല. പ്രശസ്തിയുടെ കൊടുമുടിയിൽ ചാർട്ടേഡ് വിമാനം, യുഎസ്വി, ബിസിനസ് ക്ലാസ് യാത്ര എന്നിങ്ങനെയാണ് താരങ്ങളുടെ യാത്ര. ചിലർക്ക് ഇത്തരത്തിലല്ലാതെ മറ്റൊരു യാത്ര ചിന്തിക്കാൻ കൂടിയാകില്ല. എന്നാൽ താരപദവിയോ പത്രാസോ ഇല്ലാതെ സാധാരണക്കാരെപ്പോലെ യാത്ര ചെയ്യാനും സ്ഥലങ്ങൾ കാണുവാനും ഇഷ്ടപ്പെടുന്ന, ആഗ്രഹിക്കുന്ന ഒരുപാട് താരങ്ങളുണ്ട്. എന്നാൽ ഇതൊന്നും വളരെ പെട്ടെന്ന് സാധിക്കില്ല. എന്തെങ്കിലും സാദൃശ്യം തോന്നിയാൽ ആളുകൾ ചുറ്റും കൂടും. ഇപ്പോൾ അപരന്മാർക്ക് പോലും പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അവർക്ക് ചുറ്റും വരെ കൗതുകത്തോടെയാണ് സെൽഫി എടുക്കാനും ആളുകളുടെ തിക്കും തിരക്കും. ഇപ്പോഴിതാ മാസ്ക് ധരിച്ച് എറണാകുളം റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ സാധാരണക്കാർക്കൊപ്പമിരിക്കുന്ന ഒരു താരത്തിൻ്റെ ചിത്രമാണ് വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത്. ചിലർക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ആളെ പിടികിട്ടും. ഇദ്ദേഹത്തിന് ഇന്ന് സ്വന്തമായി ആഡംബര കാറുകളുണ്ട്. പക്ഷേ മലയാളികളുടെ ഈ പ്രിയ നടൻ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ സാധാരണക്കാരിൽ ഒരാളെന്ന പോലെ ട്രെയിൻ കാത്തിരിപ്പിലാണ്. മുഖത്തെ മാസ്ക് സഹായിച്ച് അടുത്തിരിക്കുന്ന ആൾക്ക് പോലും ഇതാരാണെന്ന് മനസ്സിലായിട്ടില്ല. തിരിച്ചറിയാൻ സെൽഫി പൂരവുമായി ആൾക്കൂട്ടം ഉണ്ടാവുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പുതിയ വീഡിയോ വന്നതും സഹതാരമായ സ്മിനു സിജോ ആളെ കയ്യോടെ കണ്ടെത്തി. ജനപ്രിയ നായകൻ ആളും ആരവവും ഇല്ലാതെ സാധാരണക്കാരിൽ സാധാരണക്കാരനായി സാധാരണക്കാർക്കൊപ്പം എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ തങ്കമണിയുടെ പ്രമോഷന് കോഴിക്കോട്ടേക്കുള്ള ട്രെയിനിനും കാത്ത്. സൂക്ഷിച്ചു നോക്കണ്ടടാ ഉണ്ണിയെ, ഇത് ശരിക്കും ഞാനല്ലടാ കണ്ടുപിടിച്ചേ എന്നാണ് സ്മിനു കുറിച്ചത്. അതേസമയം മുമ്പ് ഇത്തരത്തിൽ നാട്ടിലെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിക്കുന്ന ഒരു താരത്തിൻ്റെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. അതും ജനപ്രിയം തന്നെയായിരുന്നു. കയ്യിലിരിക്കുന്ന മഞ്ഞ നിറമുള്ള പോക്കോ ഫോൺ ആണെന്ന കാര്യം ചിലരെങ്കിലും ശ്രദ്ധിക്കപ്പെടാതിരിക്കുന്നില്ല. മംഗലാപുരത്തു നിന്നും യാത്ര പുറപ്പെട്ട ട്രെയിനിൻ്റെ അനൗൺസ്മെൻറ്റും കേൾക്കാം. ഇത് ദിലീപിൻ്റെ ഫോൺ ആണെന്നാണ് ആരാധകർ പറയുന്നത്. അന്നും ആളെ തിരിച്ചറിയാതിരിക്കാനെന്നോണം മുഖം മാസ്ക് കൊണ്ട് മറച്ചിട്ടുണ്ടായിരുന്നു. അതിനു പുറമെ തൊപ്പിയും കൂളിംഗ് ഗ്ലാസും ഒക്കെയും ഉണ്ടായിരുന്നു.